തൊണ്ടി മുതൽ കേസിൽ ഒന്നാം പ്രതി KS ജോസും രണ്ടാം പ്രതി ആന്റണി രാജുവും കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു. ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കാം ശിക്ഷയിൽ ഇനി പ്രതീക്ഷിക്കാൻ പോകുന്നത്? ചുമത്തിയ വകുപ്പുകളുടെ കാഠിന്യം 6ഓളം വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുക്കുകയും അതിലാണ് 6 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിലാണ് ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എത്രത്തോളം ശിക്ഷ ആന്റണി രാജുവിന് ഉണ്ടാകും എന്നതാണ് കേരളം അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ചോദ്യം. 2 വർഷത്തിൽ കൂടുതലാണ് ശിക്ഷാവിധിയെങ്കിൽ സ്വാഭാവികമായിട്ടും റിമാൻഡിലേക്ക് പോകും. പിന്നീട് ശിക്ഷാവിധി കാഠിന്യമാണെന്ന് കരുതുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ശിക്ഷാവിധിയിലേക്കാണ് കോടതി പോകുന്നത് എങ്കിൽ MLA സ്ഥാനമടക്കം തുലാസിലേക്ക് പോകും. ഇനി മത്സരിക്കുക എന്നത് ആന്റണി രാജുവിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. അനന്തൻ, കേസ് എപ്പോൾ പരിഗണിക്കും? കോടതി നടപടികളിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തപ്പെട്ടിരിക്കുന്നു. കുറ്റകരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി, അതിൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കം 2 പ്രതികൾക്കെതിരെയും തെളിയുന്ന ഘട്ടത്തിൽ എപ്പോൾ വിധി പ്രസ്താവം കേൾക്കാൻ കഴിയും? 2:45 കോടതി നടപടികൾ ആരംഭിക്കും. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് ചില നിയമ സങ്കീർണതകളുണ്ട്. അപ്പോൾ അതിൽ 2:45 കോടതി ഇരിക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ ശിക്ഷ വിധിക്കരുത് എന്നുള്ളത്. ഇതിനകത്ത് 409 വകുപ്പ് തെളിഞ്ഞതുകൊണ്ട് ആ വകുപ്പ് സംബന്ധിച്ച് കീഴ്ക്കോടതിക്ക് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് മുഴുവൻ ശിക്ഷയും വിധിക്കുന്നത് മേൽക്കോടതിയിലേക്ക് മാറ്റണം എന്നൊരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ 2:45 കോടതി ഇരുന്നാൽ ഉടനെ ഈ ഒരു പ്രോസിക്യൂഷൻ്റെ അപേക്ഷയിലാണ് വാദം കേൾക്കാൻ പോകുന്നത്. ആ വാദം കേട്ട ശേഷമായിരിക്കും ശിക്ഷാവിധിയിൽ അപ്പോൾ ശിക്ഷ വിധിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഏതായാലും ശിക്ഷാവിധിയെ സംബന്ധിച്ച് 2:45 നമുക്ക് ഈ കോടതിയുടെ തീരുമാനം അറിയാം. അപ്പോൾ ആന്റണി രാജുവിന് നെടുമങ്ങാട് കോടതിയിൽ നിന്നൊരു ശിക്ഷ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ 2:45 കഴിയുമ്പോൾ 3 മണിക്കകം നമുക്ക് തീരുമാനം അറിയാൻ പറ്റും. പ്രതിഭാഗത്തിന്റെ ഈ അപേക്ഷയും കേൾക്കും. അതായത് തീർച്ചയായിട്ടും, കാരണം പ്രോസിക്യൂഷനാണ് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സമയത്ത് ഇങ്ങനൊരു അപേക്ഷ കൊടുത്തത്. അതായത് IPC 409 സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ള കുറ്റമാണ്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ആ കുറ്റത്തിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷാവിധി പറയാൻ പറ്റില്ല എന്നാണ് പ്രോസിക്യൂഷൻ ഒരു തടസ്സവാദം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഈ ശിക്ഷാവിധി പറയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സംബന്ധിച്ച് തീരുമാനം അതുമായി ബന്ധപ്പെട്ട വാദമാണ് 2:45 കേൾക്കാൻ പോകുന്നത്. ആ വാദം കഴിഞ്ഞ ശേഷമായിരിക്കും കോടതി ഇതിനകത്തൊരു തീരുമാനം പറയുക. ഏതായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് എങ്ങനെ വന്നാലും ഇനിയിപ്പോൾ കീഴ്ക്കോടതി നെടുമങ്ങാട് കോടതി ശിക്ഷ വിധിച്ചാലും ഇല്ലെങ്കിലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് കാര്യങ്ങൾ തീരുമാനമായി കഴിഞ്ഞു. ആന്റണി രാജു ഈ കൃത്രിമം കാണിച്ചു എന്നുള്ളത് ശരിവെക്കുകയാണ്, തെളിഞ്ഞു കഴിഞ്ഞു കോടതിയിൽ. അപ്പോൾ 409 IPC സാധാരണത്വം വളരെ വ്യക്തമാണ് അനന്തൻ. കാരണം 35ഓളം വർഷം എത്തുകയാണ് ഒരു ഈ കേസിൽ ഈ സംഭവം ഉണ്ടായിട്ട്. അന്ന് ആന്റണി രാജു അഭിഭാഷകനായിരുന്നു. നമുക്കറിയാം, അഭിഭാഷക പ്രവൃത്തിയിൽ കാട്ടിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അഡ്വക്കേറ്റ് എന്ന ആ ഒരു തൊഴിലിനെ പോലും ഒരുപക്ഷെ സംശയത്തിന് നിലയിലേക്ക് കൊണ്ടുപോകുന്നു. ജുഡീഷ്യറി അടക്കം അട്ടിമറിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുന്നു. പോലീസ് അന്വേഷണത്തെ മുഴുവൻ അന്നത്തെ ഈ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു പിന്നീട് ഒരു പബ്ലിക് സെർവൻ്റായി മാറുകയാണ്. പബ്ലിക് സെർവൻ്റായി മാത്രം മാറുകയല്ല, സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയെ 2.5 വർഷക്കാലം നിലകൊണ്ട് നിലവിൽ MLA ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുണ്ടല്ലേ? തീർച്ചയായിട്ടും അഭിഭാഷകൻ എന്ന് പറഞ്ഞുകൂടാം. ആന്റണി രാജു നിയമവിരുദ്ധം നേടിയ ശേഷം തിരുവനന്തപുരത്തെ പ്രമുഖയായ അഭിഭാഷക സെലിൻ വിൽഫ്രഡിൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ അപ്പോൾ ഒരാൾ അയാളുടെ തൊഴിൽ മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ആ പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ വലിയൊരു കളങ്കം ചെയ്തു എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആന്റണി രാജുവിൻ്റെ സീനിയറായിരുന്ന സെലിൻ വിൽഫ്രഡാണ് ഈ കേസിൻ്റെ അഭിഭാഷകയായി വന്നത്. അവർക്ക് വഞ്ചൂർ കോടതിയിൽ തിരിച്ചടി നേരിട്ടു. പിന്നീട് ആന്റണി രാജു ഇടപെട്ട് അതിനകത്ത് കൃത്രിമം കാട്ടിയാണ് ഹൈക്കോടതിയിൽ അവരുടെ പ്രതിക്ക് ശിക്ഷ നിന്ന് അല്ലെങ്കിൽ കേസിൽ നിന്ന് കുറ്റവിമുക്തി നേടിക്കൊടുക്കാൻ ഉള്ള പഴുത് തേടിയത്.